ഹായ് ഫ്രണ്ട്സ്, കഥകളിയുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ആർട്ട് റൂമിൽ ഇന്ന്. കേരളത്തിൻ്റെ തനത് കലാരൂപം ഒട്ടും സംശയിക്കേണ്ട കഥകളി തന്നെയാണ്. കേരളത്തിൻ്റെ ഉദാത്ത നൃത്തരൂപം എന്നറിയപ്പെടുന്നത് കഥകളി. കഥകളിയുടെ ആദ്യകാല രൂപം രാമനാട്ടം. രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ. കൃഷ്ണനാട്ടത്തിന് സമാന്തരമായി വളർന്ന രാമനാട്ടമാണ് പിൽക്കാലത്ത് കഥകളിയായി പരിണമിച്ചത്. കേരളീയ ശാസ്ത്രീയ ദൃശ്യകലകളിൽ ഏറ്റവും അധികം ക്ലാസിക്കൽ അംഗീകാരം നേടിയ കലാരൂപം കഥകളി. കഥകളിയുടെ ഉപജ്ഞാതാവ് കോട്ടയത്തു തമ്പുരാൻ. കഥകളിയുടെ സാഹിത്യരൂപം ആട്ടക്കഥ. നളചരിതം ആട്ടക്കഥ ആരുടേതാണ്? ഉണ്ണായി വാര്യർ. കഥകളിയുടെ പിന്നണി വാദ്യങ്ങൾ ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം. ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം കഥകളി. വെട്ടത്ത് സമ്പ്രദായം എന്നും ആദ്യകാലത്ത് കഥകളി അറിയപ്പെട്ടിരുന്നു. കഥകളിയിലെ ആദ്യ ചടങ്ങ് കേളികൊട്ട്. കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനം തിരനോട്ടം. കഥകളി ഉണ്ടെന്ന് നാട്ടുകാരെ അറിയിക്കുന്ന ചടങ്ങ് കേളി. നവരസങ്ങൾ ഏതെല്ലാമാണ്? ശൃംഗാരം, ഹാസ്യം, അദ്ഭുതം, ശാന്തം, രുദ്രം, വീരം, കരുണം, ഭയാനകം, ബീവത്സം. കഥകളിയിലെ പ്രധാന വേഷങ്ങൾ പച്ച, കത്തി, കരി, താടി, മിനുക്ക്. കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ കഥകളി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം. കഥകളിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ കലാരൂപം കേരള നടനം. കേരള നടനത്തിൻ്റെ ഉപജ്ഞാതാവ് ഗുരു ഗോപിനാഥ്. കഥകളിയുമായി അടുത്ത് ബന്ധമുള്ള കലാരൂപം യക്ഷഗാനം. കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം സോപാന സംഗീതം. നാട്യം, നൃത്യം എന്നിവയെ ആംഗികം, സാത്വികം, ആഹാര്യം എന്നിങ്ങനെ അഭിനയോപാധികളിലൂടെ രംഗത്ത് അവതരിപ്പിക്കുകയാണ് കഥകളിയിൽ ചെയ്യുന്നത്. ദ ഡാൻസ് ഡ്രാമ എന്ന് വിശേഷിപ്പിക്കുന്നത് കഥകളി. കഥകളിയിൽ കണ്ണ് ചുവപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ചുണ്ടപ്പൂ. കോട്ടക്കൽ ശിവരാമൻ, മാങ്കുളം വിഷ്ണു നമ്പൂതിരി, കലാമണ്ഡലം രാമൻകുട്ടി നായർ, കലാമണ്ഡലം ഗോപി, നളനുണ്ണി, ചമ്പക്കുളം പാച്ചുപിള്ള, കലാമണ്ഡലം പത്മനാഭൻ നായർ എന്നിവർ പ്രമുഖ കഥകളി ആചാര്യന്മാരാണ്. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് മഹാകവി വള്ളത്തോൾ. തിരുവനന്തപുരം മാർഗി, കോട്ടക്കൽ PSV നാട്യസംഘം, ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം, പേരൂർ ഗാന്ധി സേവാസദനം, കൊയിലാണ്ടി ചേലിയ തുടങ്ങിയവ പ്രധാന കഥകളി പരിശീലന സ്ഥാപനങ്ങളാണ്. ഡൽഹി ഇൻ്റർനാഷണൽ കഥകളി സെൻറ്റർ, കൊൽക്കത്ത ശാന്തിനികേതൻ എന്നിവിടങ്ങളിലും കഥകളി പഠന സാധ്യതയുണ്ട്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.